ദുർഗാ സർ 98 കിലോ തൂക്കവും 8.5 കുതിരശക്തിയുമുള്ള ഞങ്ങളുടെ സർക്കിളിലെ ഏക വനിതാ കോൺസ്റ്റബിൾ. നിങ്ങളുടെ ഹോസ്റ്റലിലേക്ക് ഈ വസ്തു മതിയാവോ? പ്ലീസ് മാറിക്ക്. ഗുഡ് മോർണിംഗ് കമ്മീഷണർ. ഞാൻ ഫാദർ കച്ചറത്തറ. എത്രത്തറയല്ല, കച്ചറത്തറ മൈ ഫാമിലി നെയിം. പിന്നെ ഇവരിവിടുത്തെ മേട്രനാണ് മേരി പയസ്. വളരെ സ്ട്രേഞ്ച് നെയിം ഇല്ലേ സർ? മേരി പൈൽസ്. പൈൽസ് അല്ല, പയസ് ഹസ്ബൻഡ് ആണ്. ആയിക്കോട്ടെ മിസ്സസ് മേരി പയസ്. അതായത് നമുക്ക് ഈ ഹോസ്റ്റൽ ഒന്ന് സെർച്ച് ചെയ്യണം. ആരാണ് ലേഖയും ജൂലിയും? ഞാനാ സാർ ലേഖ. ജൂലി എവിടെ? ഞാനാണ് സാർ ജൂലി. ലേഖയും ജൂലിയും എന്റെ കൂടെ വരണം. നിങ്ങളുടെ മുറി ഒന്ന് കാണണം. വിഘ്നേശ്വർ, എല്ലാ റൂംസും വിശദമായി സെർച്ച് ചെയ്യണം. ഓക്കെ, വരൂ. പോലീസ് ഫോഴ്സ് ഇവിടെ തന്നെ നിന്നാ മതി. ഈ പെൺകുട്ടികളെ പുറത്തേക്കോ അകത്തേക്കോ വിടരുത്. മേട്രൻ, യു കം വിത്ത് മീ. രണ്ടാളുടെ മുഖത്തൊരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല സാർ, ഇങ്ങനൊരു അനുഭവം ഇത് ആദ്യമായിട്ടാ, അതുകൊണ്ടാ. സത്യത്തിൽ പേടിച്ചു പോയി സാർ. ഓഹോ, എന്നെ കണ്ടിട്ടാണെങ്കിൽ ഒട്ടും പേടിക്കണ്ട. സ്നേഹിക്കാൻ കൂടി അറിയാവുന്ന ഒരു പോലീസ് ഓഫീസറാണ് ഞാൻ. എ ഹാർട്ട് ഫുൾ ഓഫ് ലവ്. നിങ്ങളിൽ ആരുടെ ലവറാണ് രമേശ്? പേടിക്കണ്ട, ലവ് എന്ന് പറയുന്നത് മനസ്സിന്റെ ഒരു പ്ലസന്റ് ഫീൽ ആണ്. അതിന് പ്രായഭേദമില്ല. ഐ ലൈക്ക് ഇറ്റ്. രമേശ് ഞങ്ങളുടെ ലവർ ഒന്നുമല്ല സാർ, ഈസ് എ ബെസ്റ്റ് ഫ്രണ്ട്, അത്രേ ഉള്ളൂ സാർ. യുവർ ബോയ് ഫ്രണ്ട്? എന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫ്രണ്ടായി കണക്കാക്കാം. ഞാൻ ഇപ്പോഴും ഒരു യങ് മനസ്സുള്ള സ്റ്റുഡന്റിനെ പോലെയാ. സ്റ്റിൽ ഐ ആം എ ബാച്ചലർ ബോയ്, യു നോ. ഈ രമേശിന് ആരൊക്കെയുണ്ട്? അമ്മ മാത്രമേ ഉള്ളൂ തോന്നുന്നു. നന്ദിനി പ്രസാദ് അല്ലേ? അതെ സാർ. അവരെ അറിയോ? അറിയാം സാർ. അതർ റിലേറ്റീവ്സ്? അറിയില്ല സാർ. ഇതിലാണ് സാർ. ഓ, താങ്ക് യു. ഈ ഹോസ്റ്റലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ പോലീസുകാർ കയറി ഇറങ്ങുന്നത്. പോലീസുകാർ കയറി ഇറങ്ങുന്നത് ഒരു ഹോസ്റ്റലിന്റെ ഐശ്വര്യമാണ് മിസ്സസ് മേരി പയസ്. എല്ലായിടവും നല്ലതുപോലെ അരിച്ചു പറക്കിക്കോണം. ഒരാളെ ഒന്നുമല്ല, 5-8 ആളുകളെ ഒളിപ്പിച്ച് താമസിപ്പിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല അല്ലേ? നോ സർ, മേരി മാഡം ഭയങ്കര സ്ട്രിക്റ്റാ. അല്ലെങ്കിൽ ഒളിപ്പിച്ചേനെ അല്ലേ? സർ, ഇതാണ് റൂം. ഓഹോ, എന്താ സർ? ഇവിടെ ഒരു പുരുഷഗന്ധം. ഇവിടെ തീർച്ചയായും ഒരു പുരുഷന്റെ ഗന്ധമുണ്ട്. അത് സാറ് പുരുഷനാണല്ലോ. അല്ലല്ല. അയ്യോ അല്ലേ സാർ? അതല്ല, ഞാൻ മറ്റൊരു പുരുഷന്റെ ഗന്ധം എന്നാണ് ഉദ്ദേശിച്ചത്. സാറിന് തോന്നുന്നതായിരിക്കും. തോന്നുകൊണ്ടാണല്ലോ ചോദിക്കുന്നത്. ഇല്ല സാർ, സാറല്ലാതെ മറ്റൊരു പുരുഷൻ ഇവിടെ വന്നിട്ടേ ഇല്ല. ഞങ്ങളുടെ കസിൻസ് വന്നാൽ പോലും താഴത്തെ ഗസ്റ്റ് റൂം വിട്ട് മുകളിലേക്ക് വരാൻ മേരിമാഡ് സമ്മതിക്കില്ല സാർ. ഈ റൂം വളരെ സ്പേഷ്യസ് ആണല്ലോ. ഹോസ്റ്റലിലെ എല്ലാ റൂംസും ഇതുപോലെയാണോ? അല്ല സാർ, ഇത് മുത്തച്ഛനും മാനേജ്മെന്റുമായിട്ടുള്ള ധാരണയില് സ്പെഷ്യൽ ആയിട്ട് കിട്ടിയതാ. ആരുടെ മുത്തച്ഛൻ? ലേഖ ലീഡർ കെയറിന്റെ പേരക്കുട്ടിയാണ് സാർ. പിന്നെ ഇവളുടെ ഡാഡിയുടെ ഡൊണേഷന്റെ ഒരു പുഷിങ്ങും കൂടി ഉണ്ട് സാർ. ഓ, രണ്ടാളും ഇവിടുത്തെ വലിയ വിഐപീസ് ആണല്ലേ? അങ്ങനെയൊന്നുമില്ല. ഇന്ന് ഗോൾഡൻ ജൂബിലി ഡേ ആയതുകൊണ്ട് മേക്കപ്പിന് മറ്റേ എടുത്ത് വെച്ചതാ സാർ. ചെറുതായിട്ട് മീശ ഉള്ള ചിലര് ഹോസ്റ്റലിലുണ്ട് സാർ. അവർക്ക് ഡാൻസിനും മറ്റും മേക്കപ്പ് ചെയ്യാനായിട്ട്. ജൂലി നന്നായിട്ട് മേക്കപ്പ് ചെയ്യുമല്ലേ? നന്നായിട്ടൊന്നുമില്ല സാർ. മൂക്കിലെ രാജ്യത്ത് മുറിമുക്കൻ രാജാവെന്ന് പറഞ്ഞ പോലെ ആർട്സ് ക്ലബ് സെക്രട്ടറി അല്ലേ, അതുകൊണ്ട്. നാർക്കോട്ടിക് സെല്ലിൽ 3 കൊല്ലം പയറ്റിത്തെളിഞ്ഞ് എന്നോട് കള്ളം പറയണ്ട. ട്രിവാൻഡ്രം എയർപോർട്ടിൽ 5 കോടിയുടെ ബ്രൗൺ ഷുഗറുമായി എത്തിയ മുഹമ്മദ് അൻസാരിയെ വെറും സ്മെല്ല് കൊണ്ട് കണ്ടുപിടിച്ച് കസ്റ്റഡിയിലെടുത്തവനാ ഞാൻ ഉണ്ടെങ്കിൽ പിന്നെ പോലീസ് നായയുടെ ആവശ്യമില്ലെന്ന ഡിപ്പാർട്ട്മെന്റിലെ മുഴുവൻ പേരും പറയുന്നത്. I have my own style of investigation, you know. I am too intelligent. ഇനി പറയൂ, രമേശിനെ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്? ഞങ്ങൾ പറഞ്ഞല്ലോ സാർ. പറഞ്ഞില്ലല്ലോ. രമേശിനെ ഞങ്ങൾ എന്തിനാ സാർ ഒളിപ്പിക്കുന്നത്? ഗസ്, ഇതാരെഴുതിയതാ? ഇവളുടെ പണിയാ. മനസ്സിൽ എന്തെങ്കിലും തോന്നിയാ എവിടെയാന്നൊന്നും നോക്കില്ല, കുത്തി വരയ്ക്കും. അതാ സ്വഭാവം. യെസ്, ഗസ്. നിങ്ങൾ എന്തിന് രമേശിനെ വിളിപ്പിക്കണം? സ്റ്റെഫി ഗ്രാഫ്, സാനിയ മിർസ നിങ്ങളുടെ ഫേവറേറ്റ്സ് ആണോ? അതെ സർ. ക്രിക്കറ്റ് കളിയൊക്കെ ഇഷ്ടമാണോ? അതെ. രമേശ് നല്ല ക്രിക്കറ്റ് പ്ലെയർ ആണല്ലേ? അതെ സർ. നിങ്ങൾക്ക് അവരോട് ആരാധനയാണല്ലേ? ഇല്ല സർ. ആരാധന മൂത്തൊരു ക്രിമിനലിനെ ഒളിപ്പിച്ചാലുള്ള അവസ്ഥ അറിയാലോ. എന്താ സർ? കോബ്ര. കണ്ട പങ്കായത്തിന് അടിച്ച പോലത്തെ പാട് കണ്ട. ചുടുകാരക്കിഴി ബെസ്റ്റാ.
ഈ ഒരു പാടേ ഉള്ളൂ. എന്താ പോരെ? അല്ല, അവന്റെ അടിയുടെ ഒരു ഊക്കനുസരിച്ച് ഒരു 5-6 കാണേണ്ടതാ. കണ്ടാ അത്രയും കാണാത്തതിൽ നിനക്ക് വലിയ വിഷമല്ലയോ? അല്ല സർ, ഒരെണ്ണമെങ്കിലും കണ്ടല്ലോ എന്നുള്ള സന്തോഷമേ ഉള്ളൂ. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഒരെണ്ണം അല്ലേ ഉള്ളൂ എന്നാ. പോയി നീ അങ്ങനെ അധികം ഉദ്ദേശിക്കല്ലേ. ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാതെ പോ. തല്ല് കിട്ടിയതല്ലേ. മിനിസ്റ്റർ അല്പം റിസ്ക് എടുക്കട്ടെ. റിസ്ക് അല്ല പിന്നെ തെറ്റിച്ചേ പറയൂ. ആ യൂത്ത് വിങ്ങിന്റെ വിജയനും പങ്കജാക്ഷനും വന്ന് കാണാൻ നിൽക്കുന്നു. എന്തോന്ന് അടിയുടെ പാടോ? അല്ല സാറിനെ ഒരു ഊത്തിനെ ഇങ്ങോട്ട് കയറ്റി വിടണ്ട. ഓ, IG പോയോടോ? ഇല്ല, TV ന്യൂസ് കണ്ടോണ്ടിരിക്കുക. ഇപ്പൊ കുറച്ചുകൂടി സ്ലോ മോഷനിലാ കാണിച്ചോണ്ടിരിക്കുന്നത്. അടി കൊണ്ട് സാറിങ്ങനെ പറന്നു വീഴുന്ന ആ കുന്ത്രാണ്ടോ അടിച്ച് പൊട്ടിക്കണോ? മനുഷ്യനെ നാണം കെടുത്താൻ വേണ്ടി ഓരോരുത്തന്മാര് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക. തെണ്ടികള്, പാട്ടികള്. താൻ പൊട്ടിക്കണ്ട, ചെന്ന് ഓഫ് ചെയ്. ചെല്ല്. അവന്മാർക്ക് ചാകരയല്ലേ കിട്ടിയേക്കണത്. ചാകര. അതാരാ? ഹലോ, അതേടാ ഞാൻ തന്നെ. നീ എന്നാ ഈ പറയുന്നത്? മന്ത്രിയാവുമ്പോ അങ്ങനെ ചെളിവാരി അറിയാൻ പലരും കാണും. അസൂയ അല്ലാണ്ടെന്താ? നിന്റെ ചേട്ടനെ കുറിച്ച് നിനക്കറിയാമേലേ? തികഞ്ഞ ഒരു ഗാന്ധിയനായ നടേശൻ അങ്ങനെ ചെയ്യുമെന്ന് നീ കരുതുന്നുണ്ടോ? എന്താ പറഞ്ഞു TV കണ്ടെന്നോ? ചുമ്മാ ക്യാമറ ട്രിക്ക്. ശരി. ഓ, ഈ TV കാരന്മാരെ കൊണ്ട് തോറ്റ്. ലണ്ടനിൽ നിന്ന് ദിനേശനാ. എനിക്ക് മനസ്സിലായി. ലണ്ടനിൽ ഡ്യൂപ്ലിക്കേഷനോ ദിനേശനല്ലേ? തെറ്റിയല്ലേ? തെറ്റി. ഒരു വാക്ക് നേരെ പറയാൻ അറിഞ്ഞൂടാ. പ്രധാനമന്ത്രിയാവാനാ മോഹം. ഡ്യൂപ്ലിക്കേഷൻ അല്ലേടോ, ഡെപ്യൂട്ടേഷൻ. ഉദ്ദേശിച്ചത് അത് തന്നെയാണ്, പക്ഷെ സ്പെല്ലിംഗും തെറ്റിപ്പോയി. എന്തായടോ? കോളേജും ഹോസ്റ്റലും എല്ലാം സെർച്ച് ചെയ്തു സാർ. അവനെ കിട്ടിയിട്ടില്ല. സിറ്റിയിൽ ഇപ്പൊ പോലീസ് തിരയുന്നുണ്ട്. നാട് മുഴുവൻ മിനിസ്റ്ററുടെ പാർട്ടിക്കാർ പ്രക്ഷോഭം തുടങ്ങിയിരിക്കുക. കോവളത്ത് 3 ബസ്സുകൾ കല്ലെറിഞ്ഞ് തകർത്തിട്ടുണ്ട്. കൊല്ലത്ത് പോലീസ് ജീപ്പും കത്തിച്ചു. TV ചാനലുകാർ ആ ചെക്കൻ മിനിസ്റ്റർ എടുത്തിട്ട് തല്ലുന്നത് റിപ്പീറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുക. കരാറ്റെ പഠിച്ചത് കൊണ്ടാണ് അവന് ചാടി വീണ് ചവിട്ടാൻ പറ്റിയത്. ഈ മിനിസ്റ്റർ അല്പ കരാറ്റെ പഠിച്ചിരുന്നെങ്കിൽ അവന്റെ ഇടി കൊണ്ട് തെറിച്ച് വീഴില്ലായിരുന്നു. കുഴപ്പമായോ? ഇപ്പൊ മിനിസ്റ്റർക്ക് എങ്ങനെയുണ്ട് സാർ? കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരാളെയും കാണാൻ കൂട്ടാക്കുന്നില്ല. ഡോക്ടേഴ്സിനെ പോലും അലോ ചെയ്യുന്നില്ല. ആരും വേണ്ടെന്ന് പറയുന്നത്. ആകെ നാണക്കേടായില്ലേ? ആ MLA തങ്കപ്പനും PA കൂടി ആവി പിടിച്ചോണ്ടിരിക്കുക. തന്നെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെന്ന് സമാധാനം എന്താ വെച്ചാ ബോധിപ്പിച്ചോ സാർ. കമ്മീഷണർ സാറേ, ഞങ്ങളുടെ മിനിസ്റ്ററെ തല്ലിയവനെ നിങ്ങൾ പിടിച്ചില്ലെങ്കിൽ ഞങ്ങൾ പിടിക്കും. അവന്റെ അമ്മയെ മിനിസ്റ്റർ അദ്ദേഹം മാനം കടത്തിന്ന് പറഞ്ഞല്ലേ നടക്കുന്നത്. അമ്മയുടെ മോന്റെ ശവം ഞങ്ങൾ കാണിക്കില്ല. എന്തിനാ സാറേ ഈ തൊപ്പിയും വെച്ചുകൊണ്ട് നടക്കുന്നത്? തൊപ്പിയും വെച്ച് നടക്കുന്നത് തന്റെ നേതാക്കന്മാര് പെണ്ണ് പിടിക്കാനും മറ്റു തെമ്മാടിത്തരത്തിനൊക്കെ പോകുമ്പോ എസ്കോട്ട് പോകാൻ. ഒന്ന് പോടോ. പാർട്ടി ടിക്കറ്റ് തരാം, MLA സ്ഥാനം തരാന്നൊക്കെ പറഞ്ഞ് കൊതിപ്പിക്കാൻ തുടങ്ങിയിട്ട് നാള് കുറെ ആയി. നമുക്ക് ഈ ചുരണ്ടല് തന്നെ മിച്ചം. ഇത്തവണ സ്വർണം ഞാൻ ചുരണ്ടി എടുക്കും. ദാസപ്പൻ വളരെ ബിസിയാണെന്ന് തോന്നുന്നു. ഞാനിത് ചുരണ്ടിക്കൊണ്ടിരിക്കുക. ഖജനാവിന്ന് ആവശ്യത്തിന് ചുരണ്ടുന്നുണ്ടല്ലോ, അത് പോരെ? എന്ത്? അല്ല, സ്വർണത്തം പോലെ ചുരണ്ടെന്ന കാര്യം സാർ ഉദ്ദേശിച്ചത്. 2 ചിഹ്നം കൂടി ഒത്തു വന്നിരുന്നെങ്കിൽ സ്വർണം ഉറപ്പായിരുന്നു. മിനിസ്റ്റർക്ക് ഞവരെ കിഴി, തനിക്ക് സ്വർണ്ണത്തം പോലെ. മിനിസ്റ്ററുടെ അണപ്പില് 2 പോയിന്ന് കേട്ടത് ശരിയാണോ? അതിന് ഇനി സമയമുണ്ടല്ലോ, താൻ ബേജാറാവണ്ട. മിനിസ്റ്റർ അടിച്ചോ ആഞ്ഞടിച്ചോ, അതിനൊന്നും ഒരു കുറവുമില്ല. ഇടോ, നിങ്ങളെ തൊലിഞ്ഞ സല്യൂട്ട് അല്ലേ എനിക്ക് വേണ്ടത്. ആ റാസ്കലിനെ പിടിച്ചോ. അവനെ പിടിക്കാൻ വല വീശി കഴിഞ്ഞു. വിരിപ്പോലെ വിരിച്ച് കാത്തിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഇങ്ങാട് നോക്കണോ, വീശി വലത് ഇങ്ങനെ അങ്ങ് എടുത്തിട്ടുണ്ടല്ല, വാട്ടത്തിൽ ഇങ്ങനെ അങ്ങോട്ട് വീശണം. അങ്ങനെ വീശിട്ടുണ്ട്. മനസ്സിലായില്ലേ? തന്നെ ഊതിയതാടോ. കർത്താവിനോടാ ചോദിച്ചത്, കർമ്മം മറുപടി പറയണ്ട. മിനിസ്റ്റർ ഭയങ്കര ജോളിയാ. ഇത്രയും വലിയ സന്നാഹങ്ങൾ ഉണ്ടായിട്ടും ഇത്തിരി പോകുന്ന ഒരു പീക്കിരി ചെക്കനെ ഇതുവരെ പിടിക്കാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞിട്ട് കാര്യമില്ല സാറേ. കൊമ്പൻ സ്രാവുകൾ എളുപ്പത്തിൽ വലയെ കൊടുക്കും, വരാലുകൾ പിടിതരില്ല, വഴുതിപ്പോകും. പറഞ്ഞാൽ ശരിയല്ലടോ? അനുഭവസ്ഥനായ സാറ് പറയുമ്പോ ഞാൻ എങ്ങനെ എതിര് പറയും? എന്താ പറഞ്ഞ സാറത് ജനറൽ അല്ലാതെ പഴയ മീൻപിടുത്തമല്ല. ഇതും പിന്നല്ലാതെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, 24 മണിക്കൂറിനകം ആ തെമ്മാടിയെ പിടിച്ച് തലയടിച്ച് പൊട്ടിച്ചില്ലെങ്കിൽ. ഈ മണിക്കൂറിന്റെ കണക്കൊക്കെ പറഞ്ഞു വരട്ടുന്നത് പഴയ രീതിയാണ് സാർ. പോലീസുകാർ അവരുടെ പണി ചെയ്യുന്നുണ്ട്. ഈ വിളിച്ചു വരുത്തിയ സമയം കൊണ്ട് തന്നെ അന്വേഷണം എത്രയോ മുമ്പോട്ട് പോകുമായിരുന്നു. വിത്ത് യുവർ പെർമിഷൻ സാർ. വിഘ്നേശ്വർ, കമാൺ. ഒന്ന് പോടും.
ഒരു ഇടിയൻ കർത്ത. എന്തോന്ന് ഇടിയൻ? ഇവൻ ഇടിക്കാൻ പോയിട്ട് ഒരാളെ നുള്ളു പോലും ചെയ്തിട്ടില്ല. പിന്നെ ആരിവൻ ഈ പേരിട്ടത്? അതറിയത്തില്ലേ? ഇവന്റെ അച്ഛന്റെ പേര് ഇടിയൻ പാക്കരൻ, ഇവന്റെ അപ്പൂപ്പന്റെ പേര് ഇടിയൻ ചങ്കരൻ. അപ്പൊ കുടുംബം മുഴുവൻ പോലീസാ? എവിടെ പോലീസ്? അയ്യോ, അവലിടിയല്ലേ ഇവരുടെ കുലത്തൊഴില്. അതിലിളയവന്റെ പേര് ഇടിയൻ കർത്ത. അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ഇവനെയൊക്കെ സർവീസിന്ന് ടെർമിനേറ്റ് ചെയ്യണം. തെറ്റിയല്ലേ? കറക്റ്റാണോ? ദൈവമേ, ഇന്ന് ഇടിവെട്ടി മഴ പെയ്യും. എന്നാ കടലിൽ മീൻ പിടിക്കാൻ പോണവരോട് സൂക്ഷിച്ചോളൊന്ന് മൊബൈലിൽ വിളിച്ച് പറയട്ടാ. രമേശ് ഞങ്ങളുടെ കോളേജിലെ ബെസ്റ്റ് സ്റ്റുഡന്റാ. മാത്രമല്ല ഞങ്ങളുടെ ഒക്കെ ബെസ്റ്റ് ഫ്രണ്ടും കൂടിയാ. ഹീസ് നോട്ട് എ ക്രിമിനൽ. അയ്യോ, മുത്തച്ഛൻ എന്തായി പറയുന്നേ? രമേശ് എവിടെയാന്ന് ഞങ്ങൾക്കറിയില്ല. പോലീസ് വന്നപ്പോ കോളേജിൽ നിന്ന് മിസ്സിംഗ് ആയതാ. പേടിച്ചിട്ട് എവിടെയെങ്കിലും ഹൈഡ് ചെയ്തതായിരിക്കും. പ്രശ്നം ഒന്ന് കോംപ്രമൈസ് ആയ അയാള് പുറത്തു വരുമെന്ന ഞങ്ങളുടെ വിശ്വാസം. മാത്രമല്ല പോലീസുകാരുടെ കൈ കിട്ടിയ അയാളുടെ പൊടി പോലും വെച്ചേക്കില്ല മുത്തശ്ശ. ശരി ശരി, താങ്ക് യു മുത്തശ്ശ. എന്തായി? നടേശൻ അങ്കിളുമായിട്ട് സംസാരിച്ചിട്ട് എന്നെ തിരിച്ചു വിളിക്കാമെന്ന മുത്തശ്ശൻ പറഞ്ഞത്. ആ വേഷം മാറുണ്ടായിരുന്നു. വിഗും വെച്ച് വേഷം കെട്ടി എത്ര നേരം വെച്ചണ്ടാ? തലയും ദേഹമൊക്കെ ചൊറിയുന്നു. പെൺവേഷത്തിലായിരുന്നെങ്കിൽ ആരെങ്കിലും പെട്ടെന്ന് വന്നാ എന്തെങ്കിലും കള്ളം പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. വാതിൽ കുത്തിയിട്ടിട്ടില്ല. വേഗം ചെന്ന് കുത്തിയിടും. എന്താ രണ്ടുപേരുടെ മുഖത്തൊരു പരിഭ്രമം? അങ്ങനൊന്നുമില്ല മാഡം, ഞങ്ങള് രണ്ടുപേരും സീരിയസ് ആയിട്ട് ഒരു മാറ്റർ സംസാരിക്കായിരുന്നു. അല്ല, ഇനി ആ ഇടിയാൻ കർത്താ പറഞ്ഞ പോലെ ആ ചെറുക്കനെ ഞാൻ ഇതിനകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ? ഞങ്ങളോ? മാഡത്തിന് ഞങ്ങളെ വിശ്വാസമല്ലേ? വിശ്വാസമില്ല എന്നിട്ടല്ല, ഇപ്പോഴത്തെ പെൺപിള്ളേരുടെ കാര്യല്ലേ. അപ്പൊ മാഡത്തിന് ഞങ്ങളെ സംശയമുണ്ട്. എങ്കിൽ മാഡം ഞങ്ങളുടെ റൂം എല്ലാം ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തേ പറ്റൂ. വേണ്ട വേണ്ട, ചെക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഈ മേരി പയസിന്റെ കണ്ണു വെട്ടിച്ച് ഒരു പൂച്ച കുഞ്ഞിനെ പോലും ഈ ഹോസ്റ്റലിനകത്ത് ഒളിപ്പിച്ചു വെക്കാൻ ധൈര്യമുള്ള ഒറ്റ അവളുമാരും ഇന്നോളം ജനിച്ചിട്ടില്ല. ഐ ആം പ്രൗഡ് ഓഫ് ഇറ്റ്. അത് ശരിയാ. ആ, നിങ്ങളോട് പറയാൻ വന്ന കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ. എന്താ മാഡം? ആ രമേശിന്റെ വീടിന് നേരെ നടേശ മിനിസ്റ്റർ പാർട്ടിക്കാര് കല്ലെറിയുകയും അവന്റെ അമ്മയെ കുറെ ചീത്ത വിളിക്കുകയും ചെയ്തു അത്രേ. അവരെ ഇപ്പൊ BP കൂടി സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. മാഡം ഇതെങ്ങനെ അറിഞ്ഞു? TV ന്യൂസിൽ പറഞ്ഞതാ. ഓർത്താ വലിയ കഷ്ടം അവരുടെ കാര്യം. പ്രസാദ് കൺസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാ എന്തൊരു വലിയ കമ്പനിയായിരുന്നു. ബെൻസ് കാറും കൊട്ടാരം പോലത്തെ വീടും ഒക്കെ ഉണ്ടായിരുന്നവരാ. പക്ഷെ ആരും അങ്ങനെ ബിസിനസ്സിൽ ചതിച്ചു. അവസാനം കടം കയറി കേസും ജപ്തിയൊക്കെ ആയപ്പോ പാവം സൂയിസൈഡ് ചെയ്തു. ഏതായാലും ആ TV ന്യൂസ് കേട്ടത് പിന്നെ ആകെ ടെൻഷനായി. ഇന്നിനിപ്പോ കിടന്നുറങ്ങാൻ പറ്റും തോന്നുന്നില്ല. നിങ്ങൾ കിടന്നോ? മാതാവേ, ഇന്നിനി 2 സ്മോൾ അടിക്കാതെ കിടന്നുറങ്ങാൻ പറ്റില്ല. എനിക്ക് എന്റെ അമ്മ ഉടനെ കാണണം. ദയവേദി നിങ്ങൾ എന്നെ സഹായിക്കണം. മുത്തച്ഛൻ ആ മിനിസ്റ്ററുമായി സംസാരിച്ചിട്ട് ഉടനെ തിരിച്ചു വിളിക്കാമെന്ന് എന്നോട് പറഞ്ഞത്. എന്തെങ്കിലും ഒരു തീരുമാനമായിട്ട് നമുക്ക് പോകാം. ശരിയാ, ഇപ്പൊ സിറ്റിയിലേക്ക് ഇറങ്ങുന്ന റിസ്ക്. എന്നെ പോലീസ് പിടിച്ചോട്ടെ, പക്ഷെ എനിക്ക് എന്റെ അമ്മയെ കണ്ടേ പറ്റൂ. രമേശ്, ഡോണ്ട് ബി സിലി. പോലീസിന്റെ കയ്യിലെങ്ങാനും നിന്നെ കിട്ടിയാലുള്ള അവസ്ഥ അറിയാലോ. എന്തായി മുത്തശ്ശ? ഹേയ്, ഒരു രക്ഷയില്ല മോളൂ. അവൻ അവന്റെ ബംഗ്ലാവിൽ ഒഴിച്ചിലും പിടിച്ചിലുമായിട്ടൊക്കെ ഇരിക്കുക. ആ ചെക്കനെ കയ്യിൽ കിട്ടിയാൽ ഒന്നുകിൽ പോലീസുകാർ കൊല്ലും, അല്ലെങ്കിൽ പാർട്ടിക്കാർ കൊല്ലും എന്ന അവസ്ഥയാ. മുത്തശ്ശൻ പറഞ്ഞ നടീശനങ്ങൾ കേക്കില്ലേ? ഇല്ല, ഒരു കോംപ്രമൈസിനും അവൻ വഴങ്ങുന്നില്ല. അവനെ സ്റ്റേജിലിട്ട് ഫുട്ബോൾ പോലെ തട്ടുന്ന TV-കാരിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അത് കണ്ടിട്ടാ പാർട്ടിക്കാർ ഇളകുന്നത്. ആ, കൊണ്ടുവന്ന ഞാനാണെങ്കിലും അവനിപ്പം മറ്റവന്മാരുടെ കൂട്ടുകക്ഷിയല്ലേ. 15 വർഷം മുഖ്യമന്ത്രിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മോളൂ. മുത്തശ്ശൻ ഇപ്പൊ അധികാരത്തിലല്ലല്ലോ. ആ, പിന്നെ മോളിക്കാര്യത്തിൽ വേണ്ടാത്ത റിസ്ക് ഒന്നും എടുക്കണ്ട കേട്ടോ.